ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇവാഞ്ചലിക്കൽ സ്വാധീനം ശക്തമാകുന്നു. ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോ, ബൊളീവിയയിലെ ജീനൈൻ ആനസ് തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ അധികാരത്തിലേക്കുള്ള വളർച്ചയിൽ ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങളുടെ പിന്തുണ വലിയ പങ്കുവഹിച്ചു. ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിലുണ്ടായ പിന്തുണയ്ക്ക് സമാനമായ രീതിയിലുള്ള സ്വാധീനം മെക്സിക്കോ, ഉറുഗ്വേ തുടങ്ങിയ രാജ്യങ്ങളിലും പ്രകടമാണ്. ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോ, ബൊളീവിയയിലെ ജീനൈൻ ആനസ് തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ അധികാരത്തിലേക്കുള്ള വളർച്ചയിൽ ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങളുടെ പിന്തുണ വലിയ പങ്കുവഹിച്ചു. ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിലുണ്ടായ പിന്തുണയ്ക്ക് സമാനമായ രീതിയിലുള്ള സ്വാധീനം മെക്സിക്കോ, ഉറുഗ്വേ തുടങ്ങിയ രാജ്യങ്ങളിലും പ്രകടമാണ്. പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ലാറ്റിൻ അമേരിക്കയിലെ ജനസംഖ്യയുടെ ഏകദേശം 34% ഇപ്പോൾ ഇവാഞ്ചലിക്കൽ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളാണ്. ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ ഇത് ഏകദേശം 30% വരും. കുടുംബം, ധാർമ്മികത തുടങ്ങിയ വിഷയങ്ങളിൽ ഇവർ പുലർത്തുന്ന യാഥാസ്ഥിതിക നിലപാടുകൾ രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപീകരിക്കാൻ സഹായിക്കുന്നു. കാത്തലിക് പാരമ്പര്യത്തേക്കാൾ ലളിതമായ ആരാധനാരീതികൾ സാധാരണക്കാരെ ഈ വിഭാഗത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. ബ്രസീൽ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ വിഭാഗത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചത് അവരുടെ രാഷ്ട്രീയ സ്വാധീനമുയർത്താൻ സഹായിച്ചു. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളോടുള്ള ജനങ്ങളുടെ അവിശ്വാസവും അഴിമതിയും ഈ മതവിഭാഗങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇടം നൽകി. കുടുംബവും ധാർമ്മികതയും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തിലൂടെ വിശ്വാസികൾ അണിനിരത്താൻ അവർക്ക് കഴിയുന്നു. ഇവാഞ്ചലിക്കൽ വിഭാഗം ഒരു ഏകശിലാ രൂപമല്ലെന്ന് സാമൂഹ്യശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. പല ഗ്രൂപ്പുകൾക്കും വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. ചിലർ പുരോഗമന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ മറ്റു ചിലർ തീവ്ര വലതുപക്ഷ നിലപാടുകളെ പിന്തുണയ്ക്കുന്നു. ഇവാഞ്ചലിക്കൽ വിഭാഗം ഒരു ഏകശിലാ രൂപമല്ലെന്ന് സാമൂഹ്യശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. പല ഗ്രൂപ്പുകൾക്കും വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. ചിലർ പുരോഗമന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ മറ്റു ചിലർ തീവ്ര വലതുപക്ഷ നിലപാടുകളെ പിന്തുണയ്ക്കുന്നു. രാഷ്ട്രീയത്തിലെ ഈ മതപരമായ ഇടപെടലിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരും ഇതര രാഷ്ട്രീയ വിഭാഗങ്ങളും രംഗത്തുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളെയും വ്യക്തിസ്വാതന്ത്ര്യത്തെയും ഇത് ബാധിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ, ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു വലിയ വോട്ട് ബാങ്കായി ഇവാഞ്ചലിക്കൽ വിഭാഗം മാറിയിരിക്കുന്നു. രാഷ്ട്രീയത്തിലെ ഈ മതപരമായ ഇടപെടലിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരും ഇതര രാഷ്ട്രീയ വിഭാഗങ്ങളും രംഗത്തുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളെയും വ്യക്തിസ്വാതന്ത്ര്യത്തെയും ഇത് ബാധിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ, ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു വലിയ വോട്ട് ബാങ്കായി ഇവാഞ്ചലിക്കൽ വിഭാഗം മാറിയിരിക്കുന്നു.